വഖഫ് ബിൽ ചർച്ചയിൽ CPIM എംപിമാർ പങ്കെടുക്കും എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിലേക്ക് യാത്ര തിരിച്ച എംപിമാരോട് ചർച്ചയിൽ പങ്കെടുക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നു. പാർട്ടി എംപിമാർ തിരികെ ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി മധുരയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, സുപ്രധാനമായ ഒരു ബില്ലാണ് ചർച്ചയ്ക്കായി വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പാർട്ടി എംപിമാർ പങ്കെടുക്കണം എന്ന് കൃത്യമായ നിർദ്ദേശം CPM നൽകുന്നു. പ്രത്യേകിച്ചും മുൻപത്തെ സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് സർക്കാരിന്റെയും CPM-ന്റെയും നിലപാട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം? ബൽറാം. തീർച്ചയായും പ്രജിൻ, ഈ വിഷയം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. നേരത്തെ തന്നെ ഈ ബില്ല് നേരത്തെ പാർലമെന്റിൽ വന്ന ഘട്ടത്തിൽ കൃത്യമായി തന്നെ പാർട്ടി ഈ വിഷയത്തിൽ നിലപാടെടുത്തിരുന്നതാണ്. ഈ ബില്ലിനെ എതിർക്കുന്ന നിലപാട് തന്നെയായിരുന്നു പാർട്ടി സ്വീകരിച്ചിരുന്നത്. ആ നിലപാട് തന്നെ തുടരും എന്നാണ് നിലവിലും പാർട്ടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്നുള്ളത്. അതേസമയം CPIM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് ചേരുകയാണ്. ഈ പാർട്ടി കോൺഗ്രസിൽ പാർട്ടിയുടെ എംപിമാർ പങ്കെടുക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ MP കെ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. ഇതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനായി അവർ യാത്ര തിരിച്ചതിന് ശേഷമാണ് ഈ നാളെ ബില്ല് പാർലമെന്റിൽ എത്തും എന്ന വിവരം പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു ഈ പാർട്ടിയുടെ എംപിമാർ ആദ്യം എടുത്തിരുന്നത്. എന്നാൽ പാർട്ടി ഇത്രത്തോളം നിർണായകമായ ഒരു ബില്ലിന്റെ ചർച്ചകളിൽ പാർട്ടിയുടെ എംപിമാർ പങ്കെടുക്കണമെന്നും കൃത്യമായി തന്നെ പാർട്ടിയുടെ നിലപാട് പാർലമെന്റിൽ വ്യക്തമാക്കണം എന്നുമുള്ള നിർദ്ദേശം പാർട്ടി നേതൃത്വം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മധുരയിലേക്ക് തിരിച്ച കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ള പാർട്ടിയുടെ എംപിമാർ തിരികെ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. മധുരയിലേക്കുള്ള യാത്ര ഒഴിവാക്കിക്കൊണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരികെ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. നാളെ നടക്കുന്ന ചർച്ചയിൽ പാർട്ടി എംപിമാർ പങ്കെടുക്കും. ഈ ബില്ലിനെ എതിർത്ത് സംസാരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് പാർട്ടി നൽകിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് മധുരയിൽ നിന്നും CPM പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ് കൂടി വരുന്നു. ബില്ല് നാളെ ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജുവാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ലിന്മേൽ ലോക്സഭയിൽ സംസാരിക്കും എന്ന അപ്ഡേറ്റ് കൂടി ഡൽഹിയിൽ നിന്നും R. അച്യുതൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.